തുറന്ന് CPIM. അൻവറിന് സ്ഥാപിത താൽപര്യമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. പരസ്യ പ്രസ്താവന നടത്തിയത് സാമാന്യ മര്യാദ പാലിക്കാതെ എന്നും വിമർശനം. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാനാകില്ലെന്നും പാർട്ടി മുഖപത്രത്തിൽ MV ഗോവിന്ദൻ. നടന്മാർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. നടപടി നടിയുടെ ബന്ധു നൽകിയ പോക്സോ കേസിൽ. ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് ഹാജരായേക്കും. കേസിലെ തുടർ നടപടികളിൽ ഇന്ന് തീരുമാനം. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 40 മണ്ഡലങ്ങളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ. ഫലപ്രഖ്യാപനം ഒക്ടോബർ 8-ന്. അതിർത്തികളിലടക്കം കനത്ത സുരക്ഷ. ജനാധിപത്യത്തിന്റെ ഉത്സവം വിജയിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി. കർണാടകയിലെ മുഡാഭൂമി കുംഭകോണ കേസിൽ വിവാദ ഭൂമി തിരികെ നൽകി സിദ്ധരാമയ്യയുടെ ഭാര്യ. തിരികെ നൽകിയത് PN പാർവതിയുടെ പേരിൽ പതിച്ചു നൽകിയ ഭൂമി. നീക്കം സിദ്ധരാമയ്യക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. ലെബനോണിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ. ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിത ആക്രമണമെന്ന് ഇസ്രായേൽ. കരയുദ്ധത്തിന് തയ്യാറെന്ന് ഹെസ്ബുള്ള. സിറിയയിലും ഇസ്രായേൽ ആക്രമണം. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്ത് മന്ത്രി AK ശശീന്ദ്രനും അനുകൂലികളും. ഒക്ടോബർ 3-ന് മുമ്പ് മുഖ്യമന്ത്രിയെ കാണാനാണ് നീക്കം.